നമസ്കാരം. പാലക്കാട് എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള ലൈംഗിക അതിക്രമ പരാതികളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം മുഴുവൻ വ്യാപകമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തി. ഇപ്പോൾ ഇതാ CPM-ന്റെ എറണാകുളം ജില്ലയിലെ ഒരു MLA-ക്കെതിരെ ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു കേസ്. സമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു റൂട്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. സ്വന്തം സഹപ്രവർത്തകയുടെ വീട്ടിൽ നിന്ന് ഉടുതുണി ഇല്ലാതെയാണ് ഈ MLA-യെ പൊക്കിയത് എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഇതൊരു തമാശയായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു തമാശയല്ല. സ്വന്തം സഹപ്രവർത്തകരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് പൊക്കിയത് സ്വന്തം ഭർത്താവാണ്. അപ്പൊ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കുക. എന്താണ് ഇതിന്റെ ഒരു പുറകിലേക്കുള്ള ഒരു സഞ്ചാരം എന്ന് നോക്കിയാൽ, സഹപ്രവർത്തകയെ പരമാവധി കുറെ നാളുകളായിട്ട് വളച്ച് ഇത് തനിക്ക് ഏത് സമയത്താണോ തനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങി കിട്ടുന്നത് ആ സമയത്ത് അവിടെ കയറുക, കാര്യം സാധിക്കുക, പുറത്തേക്ക് പോരുക. ഇതായിരുന്നു പരിപാടി. പക്ഷെ ഇത്തവണ പണിപാളി എന്ന് പറഞ്ഞാൽ ഈ സഹപ്രവർത്തകയുടെ ഭർത്താവ് രാത്രി സമയത്ത് വീട്ടിലേക്ക് വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ മറ്റെന്തോ ഒരു കാര്യത്തിനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഉച്ചയൂണിന്റെ സമയമായപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പുള്ളിക്കാരൻ ആ വീട്ടിലേക്ക് കയറുന്നു. വാതിൽ അടഞ്ഞു കിടക്കുന്നു. കോളിംഗ് ബെല്ലടിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല. സ്വാഭാവികമായിട്ട് പരിഭ്രാന്തനായ അദ്ദേഹം എന്ത് ചെയ്തു? തൊട്ടടുത്തുള്ള അയൽവാസികളെല്ലാം നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി വാതിൽ തുറക്കുന്നതിനായിട്ടുള്ള പണിയിലേക്ക് പോന്നു. ഫോൺ ബെല്ലടിക്കുന്നുണ്ട് അകത്തിരുന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും അപായം സംഭവിച്ചു എന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷെ വാതിലെല്ലാം തുറന്ന് പുള്ളിക്കാരനും നാട്ടുകാരും കൂടി അകത്തേക്ക് കയറിയതിന് ശേഷം കണ്ട കാഴ്ചയാണ് ഒരുപാട് വോട്ടുകൾക്ക് വിജയിച്ച തൻ്റെ അടുത്ത സുഹൃത്ത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വ്യക്തി, ഒരു MLA തൻ്റെ ഭാര്യയുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു കാഴ്ച കണ്ടിട്ട് അദ്ദേഹം വലിയ രീതിയിൽ പ്രകോപിതനാവുകയും സ്വാഭാവികമായിട്ടുള്ള കൂമ്പിടിച്ച് വാട്ടുന്ന കലാപരിപാടിയും അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും കൂടി ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അപ്പോ ഇവിടെ വീടിനകത്ത് കയറി കലാപരിപാടി ചെയ്യാൻ പോയ MLA നാട്ടുകാരും ഈ സഹപ്രവർത്തകരുടെ ഭർത്താവ് കൂടി കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. അപ്പൊ ഇത് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക, കേരളത്തിൽ ചില MLA-മാർക്കൊക്കെ ഇതിന്റെ ഒരു വലിയ ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയി. ഈ ഞരമ്പ് രോഗം ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ വർദ്ധിച്ച് മുന്നോട്ട് പോരുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കുക എന്തായിരിക്കാം അവസ്ഥ എന്നുള്ളത്. ഈ പറയുന്ന MLA ഉടുതുണി ഇല്ലാതെ അവിടെ നിന്ന് പിടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തൊഴിക്കുകയും കൈകാര്യം ചെയ്യുകയും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത അവിടെയുള്ള നാട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മള് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഒരു സമൂഹത്തെ ഒന്നിച്ച് ഒരുപോലെ വഞ്ചിച്ചുകൊണ്ട് താനിപ്പോ ശരിയാക്കി തരാം, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രതിസന്ധി അനുഭവിച്ച ജനങ്ങൾക്ക് കാവലാകേണ്ട, താങ്ങും തണലുമാകേണ്ട ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന MLA എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോ പുള്ളിക്കാരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്ന വിഷയങ്ങളെല്ലാം തന്നെ നമ്മൾക്കറിയാം. ഇതിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ജനപ്രതിനിധി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അപ്പോ നമ്മളെ സംബന്ധിച്ച് ഈ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തന രീതിയെല്ലാം നമ്മൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അറിയാം. ഇപ്പോ PK ശശിയെ പോലെയുള്ള ഷൊർണൂരിലെ MLA, അങ്ങേരുടെ ഒരു പ്രവർത്തന രീതിയൊക്കെ എന്തായിരുന്നു? ഇതിന് സമാനമായിട്ട് ഒരു സഹപ്രവർത്തകയോട് വളരെ മോശമായി പെരുമാറിയ ഒരു സാഹചര്യം. ആ സാഹചര്യമൊക്കെ ഉണ്ടായ സമയത്ത് പുള്ളിക്കാരത്തി പരാതി കൊടുക്കുന്നു CPM-ന്. അപ്പൊ CPM-ന്റെ ശ്രീമതി ടീച്ചറും ബാലകൃഷ്ണനും അടങ്ങുന്ന AK ബാലൻ അടങ്ങുന്ന ആളുകളാണ് ഇതിന്റെ ഒരു പരിശോധന, ഇത് യാഥാർത്ഥ്യമാണോ എന്നൊക്കെ പരിശോധിച്ചത്. അപ്പോ AK ബാലനും ശ്രീമതി ടീച്ചറും കൂടി വന്ന് പുറത്ത് പറഞ്ഞത്, ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കെതിരെ ഉണ്ടായിട്ടുള്ള സംഭവം, ആ പീഡനത്തിനൊരു തീവ്രത പോരാ എന്നുള്ളതാണ് അന്ന് ശ്രീമതി ടീച്ചറും ഈ പറയുന്ന AK ബാലൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു പെണ്ണിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറി ആ പെൺകുട്ടിക്ക് നേരെ നടത്തിയിട്ടുള്ള അതിക്രമത്തിനെതിരെ ആ പെൺകുട്ടി തന്നെ പരാതിയുമായിട്ട് സ്വന്തം പാർട്ടി നേതൃത്വത്തിന്റെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിന്ന് ലഭിക്കുന്ന മറുപടിയാണ് ഇതിന് തീവ്രത പോരാ എന്നുള്ളത്. അപ്പൊ ഇതേ സാഹചര്യം പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പലപ്പോഴായിട്ട് പല രീതിയിൽ പല സഹപ്രവർത്തകരോടും മറ്റുള്ളവരോടും എല്ലാവരോടും CPM-ന്റെ പല ആളുകളും ഇതേപോലെ
കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ തണലാകുന്നത് ഇപ്പൊ സ്വന്തം പാർട്ടിയാണ്. ബഹുജനം പലവിധമാണ്. ഏതെല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പല സ്വഭാവക്കാരുള്ള ആളുകളുണ്ടാവും. പക്ഷെ ഇതുപോലെയുള്ള വികൃത സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ള ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം ഇതുപോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാതിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സി പി എം ഇത് ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ചിന്ത വരുന്നത്. കാരണം പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ ഈ പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാര് ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന ആളുകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇപ്പൊ പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പുള്ളിക്കാരനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കം ചെയ്തത്. രണ്ടാമത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എന്നിട്ടും MLA എന്നുള്ള ഒരു പദവിയിൽ നിന്ന് ഈ പറയുന്ന വ്യക്തിയെ നീക്കം ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പ്രഷറും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് VD സതീശൻ അടക്കമുള്ള ആളുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ ഈ സൈബർ പോരാളികൾ എല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് വീണ്ടും സജീവമാക്കണം. ഈ സജീവമാക്കി കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം ഒരു ജനകീയനായിട്ടുള്ള നേതാവായിട്ട് ഉയർന്നു വരും. അദ്ദേഹത്തിന് ഇപ്പോഴും ഫേസ്ബുക്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലൈക്കുകൾ 30,000K, 20,000K, 15,000K ഒക്കെയാണ്. അപ്പോ ജനങ്ങൾക്കിടയിൽ ഇദ്ദേഹം ഒരു നെഗറ്റീവായിട്ടുള്ള വ്യക്തിയല്ല. ഗർഭം കലക്കാൻ ഇദ്ദേഹം നോക്കിയിട്ടുണ്ടെങ്കിലും ഗർഭം കലങ്ങിയില്ലല്ലോ എന്നുള്ള രീതിയിലേക്കുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ സാധാരണ പ്രവർത്തകർ പറയുന്നത്. അപ്പോൾ ഗർഭം കലക്കാൻ വേണ്ടി ശ്രമിച്ച MLA എന്നുള്ള ആരോപണം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് പോലും സംരക്ഷണം കൊടുക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ഇവിടെയുള്ള കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാണ് CPM ഈ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നത്? അവർക്കും ഇതേ സമാനമായിട്ടുള്ള സാഹചര്യം. തങ്ങളുടെ MLA എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഇതുപോലെ എന്ത് തോന്നിവാസം കാണിച്ചാലും ഞങ്ങൾക്ക് ഇതൊന്നൊരു പ്രശ്നമല്ല. ഇതൊക്കെ ജനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മറന്നുള്ളൂ. കാരണം ജനങ്ങളെ സംബന്ധിച്ച് പൊതുജനം കഴുതയാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് ഇവിടുത്തെ CPM-ന്റെ നേതാക്കന്മാർക്കും കോൺഗ്രസ്സുകാർക്കൊക്കെ. പക്ഷെ അതില്ല, അത് അങ്ങനെയല്ല എന്ന് തെളിയിച്ചു കൊടുക്കേണ്ട സാഹചര്യം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്കാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിലെ CPM-ന്റെ നേതാവിനെതിരെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു വിഷയം, ഇതൊരു ആരോപണമായിട്ട് സ്ത്രീ പറഞ്ഞില്ല. കാരണം സ്ത്രീയെ സംബന്ധിച്ച് അവരൊരു സഹപ്രവർത്തകയാണ്. അതോടൊപ്പം ഈ MLA എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശത്തിനൊപ്പം നിന്ന ആളാണ്. പക്ഷെ ഈ സഹപ്രവർത്തകയുടെ ഭർത്താവിനും നാട്ടുകാർക്കും ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ അതിന്റെ പേരിൽ MLA ഇടിച്ച് പിഴിയുകയും അതോടൊപ്പം തന്നെ ഈ വിഷയം വ്യാപകമായിട്ട് പുറത്തേക്ക് വരികയും ഒരു ചെറിയ പത്ര റിപ്പോർട്ട് എന്നുള്ള രീതിയിലേക്കൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ ഈ നമ്മളെല്ലാവരും മനസ്സിലാക്കുക, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആരെല്ലാമാണ് നമ്മുടെ നാട്ടിൽ മത്സരിക്കുന്നത്, ഇവർക്കൊക്കെ എന്താണ് ഇവരുടെയൊക്കെ ലക്ഷ്യം, ഇവരെല്ലാം ഏതെല്ലാം തരത്തിലൂടെ നമ്മുടെ നാട്ടിൽ മുന്നോട്ട് പോയിട്ടുള്ള ആളുകളാണ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇതുപോലുള്ള ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. എത്രത്തോളം വലിയ രീതിയിലുള്ള തെമ്മാടിത്തരം കാണിച്ചാലും നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ആളുകൾക്ക് രണ്ടാമതൊരു അവസരം കിട്ടുന്നതാണ് ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കാനും ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് സുഖലോലുപന്മാരായിട്ട് ജീവിക്കാനും അവസരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിന് വേണ്ടി കരുതിയിരിക്കുക. നമ്മുടെ ഓരോ വോട്ടും അത്ര വിലപ്പെട്ടതാണെന്ന് മാത്രമേ പറയാനുള്ളൂ.